ഒന്നുകൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങല ഒന്നീ പറഞ്ഞതിലൊന്നിരുമ്പു കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. ഇവിടെ ഒരേ പ്രപഞ്ചകർത്താവ് തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുമായി രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ച് മൂന്നായി പിരിയുന്നു എന്ന് നമ്മൾ കണ്ടു. പരമാത്മാവ് രജോഗുണം കൊണ്ട് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു. പരമാത്മാവ് സത്വഗുണമെടുത്ത് രക്ഷ ചെയ്യുമ്പോൾ വിഷ്ണുരൂപം കൈക്കൊള്ളുന്നു. തമോ ഗുണമെടുത്ത് സംഹരിക്കുമ്പോൾ ശിവനായി വർത്തിക്കുന്നു. അതാണ് മൂന്നും ഒന്നിലടങ്ങുന്നു എന്ന് വരികൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ആ സത്യമൂർത്തി പരമാത്മാവ് ത്രിഗുണങ്ങളെ വെടിഞ്ഞാൽ, അതായത് ബ്രഹ്മ വിഷ്ണു ശിവരൂപങ്ങൾ വെടിഞ്ഞാൽ അവിടെ പ്രപഞ്ചത്തിന്റെ നിഴൽ പോലും ഉണ്ടാവുകയില്ല എന്നാണ്. പ്രപഞ്ച കർമ്മചലനം നിലച്ച് പരബ്രഹ്മരൂപമായി വർത്തിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ യഥാർത്ഥത്തിൽ ഒരേ പരമാത്മാവ് തന്നെയാണ് എന്ന് പറയുന്നത്.